നമസ്കാരം. ഇന്ത്യയിലും ആഗോളതലത്തിലും ഏവിയൻ ഇൻഫ്ലുവൻസ പക്ഷിപ്പനി പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ കേസുകൾ സ്ഥിരീകരിച്ചവരിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കണമെന്ന് ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. സീസണൽ ഇൻഫ്ലുവൻസയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള ഗ്രൂപ്പുകളായി ചെറിയ കുട്ടികളും സഹരോഗങ്ങളുള്ള പ്രായമായവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലുവൻസ, പക്ഷിപ്പനി എന്നിവയുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ കർശനമായി നിരീക്ഷിക്കുകയാണെന്ന് മന്ത്രാലയം പറഞ്ഞു. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇതുകൂടാതെ H1N1 കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിനേഷൻ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുതിർന്ന മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം ഇന്ത്യയിൽ ജാർഖണ്ഡ് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന തലസ്ഥാനമായ റാഞ്ചിയിൽ ഒരു പ്രാദേശിക കോഴി ഫാമിലെ 2 ഡോക്ടർമാരെയും 6 ജീവനക്കാരെയും ക്വാറന്റൈൻ ചെയ്തിട്ടുണ്ട്. പ്രതിരോധ നടപടി എന്ന നിലയിൽ മുൻകരുതൽ നടപടിയായി ഏകദേശം 1745 കോഴികൾ, 450 താറാവുകൾ, 1697 മുട്ടകൾ എന്നിവ നശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആലപ്പുഴയിലെ 2 വാർഡുകളിലാണ് കേസുകൾ കണ്ടെത്തിയത്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഫീഫർ സർവേ നടത്തുകയും പനിയുള്ളവരിലെ തൊണ്ടയിലെ സ്രവമെടുത്ത് പരിശോധിച്ച് പക്ഷിപ്പനി ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ആശാപ്രവർത്തകരുടെയും ഫീൽഡ് തല ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ശക്തമാക്കും. പക്ഷിപ്പനി ബാധിച്ച പക്ഷികളുമായി ഇടപെട്ടവർ ക്വാറന്റൈൻ കൃത്യമായി പാലിക്കണം. ഈ പ്രദേശത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തും. ഏതെങ്കിലും തരത്തിലുള്ള പക്ഷി മരണങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം. വൺ ഹെൽത്ത് പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരുടെ സേവനവും ലഭ്യമാകും. 2 സ്ഥലങ്ങളിലെ താറാവുകളിൽ പക്ഷിപ്പനി അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പക്ഷിപ്പനി പ്രതിരോധത്തിനായി SOP പുറത്തിറക്കി. ഇതുകൂടാതെ ജില്ലാ കളക്ടറും യോഗം ചേർന്ന് നടപടികൾ സ്വീകരിച്ചു വരുന്നു. പക്ഷിപ്പനി മനുഷ്യരെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണം. 2023 കേരള പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. ആരോഗ്യ വകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണം. രോഗബാധിത പ്രദേശങ്ങളിലുള്ളവരിലെ പനിയും മറ്റ് രോഗലക്ഷണങ്ങളും 2 ആഴ്ച കാലം പ്രത്യേക നിരീക്ഷണത്തിന് വിധേയമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം ഉയർന്ന രോഗകാരിയായ ഏഷ്യൻ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് പ്രാഥമികമായി പക്ഷികളെ ബാധിക്കുന്നു, പക്ഷേ മനുഷ്യരിലേക്കും പകരാം. രോഗം ബാധിച്ച പക്ഷികളുമായോ മലിനമായ ചുറ്റുപാടുകളുമായോ അടുത്തിടെ പഴകുന്നതാണ് പ്രധാന സംക്രമമാർഗം. US-ലെ വിവിധ സംസ്ഥാനങ്ങളിൽ കന്നുകാലികളിലും പാലിലും ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് കണ്ടെത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിനുശേഷം നിലവിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിന്റെ അധ്യക്ഷതയിൽ ഞായറാഴ്ച വീഡിയോ കോൺഫറൻസ് നടത്തി. മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമായാണ് സമ്മേളനം. 2007 മുതൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്ക് വൈറസുകൾ പകരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. അതിനിടെ വൈറസ് കലർന്ന പാൽ കഴിക്കുന്നതിൽ നിന്ന് മനുഷ്യർക്കുണ്ടാകുന്ന അപകട സാധ്യത മനസ്സിലാക്കാൻ അന്വേഷണങ്ങൾ തുടരുകയാണ്. WHO അതിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു. പെസ്റ്റ് വൈറസ് ചെയ്ത പാൽ മാത്രം കഴിക്കാൻ ശക്തമായി ഉപദേശിക്കുന്നു എന്ന റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു. പാൽ തിളപ്പിക്കുക, മാംസം ശരിയായി പാകം ചെയ്യുക തുടങ്ങിയ സമ്പ്രദായങ്ങൾ മനുഷ്യരിലേക്ക് വൈറസ് പകരുന്നത് തടയാൻ സഹായിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം ഉപദേശകത്തിൽ പറഞ്ഞു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.